1 2 3 4 1 2 3 4 5 6 7 8 9 10 12 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 11 3 3 3 6 6 3 9 4 13 13 ലഡു 5 ചിക്കൻ പീസ് 1 2 3 4 5 കംപ്ലീറ്റ് ഞാൻ എണ്ണി വെച്ചേക്കുക. ഇതിനകത്തൊരു കഷണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അറിയും. കേട്ടല്ലോ മാമന്റെ അളിയും പറഞ്ഞ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് തൊട്ടാ ഞാൻ കൈവിട്ടും. അവൻ 2 മണിയായി, എനിക്ക് വിശന്ന് കൊടലേറിയട്ടാ. ഇടി അവനൊന്ന് വന്നോട്ടെ. അവൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കേറിയല്ലയോ. അവൻ വന്ന് കഴിച്ചിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് തരാം. അല്ല, അവന്റെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. തരാം, കാണും, മിച്ചം കാണും, നിനക്ക് തരാവിടി. എന്താ ഒരു ബഹളം? ബഹളമൊന്നുമല്ല, മണി 2 ആയി മക്കളെ. വയറ് വളർത്തുന്ന ജീവൻ പോവുകയാണ് ഇവിടെ. അവക്ക് വേണ്ട ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കണമെന്ന്. മക്കളെ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ രാവിലത്തെ പുട്ട് ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കേ. രാവിലത്തെ പുട്ട് ഞാൻ കഴിക്കാനാ? എന്തോ ഇത്രയും സാധനം ഉണ്ടാക്കി വെച്ചേക്കും. ഞാൻ രാവിലത്തെ കാപ്പി എന്തിനു കുടിക്കണേ? എടി അങ്ങേരൊന്ന് വന്നോട്ടെ. അതെ, ഒരു ഗസ്റ്റ് ആദ്യമായിട്ട് വരുന്നല്ലേ, അപ്പൊ അവര് കഴിക്കാണ്ട് നമ്മള് കഴിക്കുന്ന മോശമല്ലേ? മാമന് വിശക്കുന്നുണ്ടാ? പിന്നല്ല, എന്റെ ഊപ്പാട് വന്നിരിക്കാൻ നോക്ക്. അവ എവിടെ എത്തിന്ന് വിളിച്ചു പോയത്. എന്റെ മാമ ഇപ്പൊ എല്ലാം കൂടെ ലൂസായി കിടക്കല്ലേ വയറ്. ഇച്ചിരി ഉറക്കട്ടെ. ഇത് തിന്നാലേ ഉറച്ചുള്ളൂ. അല്ല, അതൊന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് തിന്നാം. എടി മാമൻ പറഞ്ഞല്ലേ എവിടെമാരെ എത്തിന്ന് വിളിച്ചു. ഞാൻ വിളിച്ചു ചോദിക്കാം. സമയം 2 ആയി. എല്ലാം എണ്ണി വെച്ചേക്കാന്നേ. ഞാൻ തിരിച്ചു വന്ന് എണ്ണും. മാമന്റെ അടുത്തൂടാ പറഞ്ഞു. എന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് വേണ്ടേ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തിന്നു. അപ്പോ മാമിക്കേ ചാടയാണ് ചാട. അതിനല്ലേ നമുക്ക് കളഞ്ഞിട്ട് പോവാം, അതാണ് നല്ലത്. എന്തൊരു കൊടി നോക്കി നമ്മളിരിക്കുന്നു ഇവിടെ. എന്തിനായി പോയിട്ട്? ഒന്നും പറയണ്ട മാമാ. അവനെ ചെന്നൈന്ന് കാറിൽ ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. വരുന്ന വഴിക്ക് വെച്ച് ചൊക്കഹള്ളി വെച്ചിട്ട് ചൊക്കഹള്ളി വെച്ചിട്ട് അവനൊരു ഫോൺ കോൾ വന്നേ. പിന്നെ സിംഗപ്പൂരിലെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിനെ ചെല്ലണമെന്ന്. അവൻ പിന്നെ കാറ് ചൊക്കഹള്ളി എയർപോർട്ടിൽ ഇട്ടിട്ട് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഹെലിപ്പാഡിൽ പോയിട്ട് ഹെലിപ്പാഡിൽ നിന്ന് പിന്നെ ഹെലികോപ്റ്ററിൽ കയറി സിംഗപ്പൂരിൽ പോയി. ഓ തള്ളു 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 തള്ളു. എന്റെ ദൈവമേ, രാവിലെ തൊട്ട് തുടങ്ങിയാണ് ഭാര്യ ഭർത്താവും കൂടെ. അവന് സ്വന്തമായിട്ട് പിന്നെ ഹെലിപ്പാഡുണ്ട്. ഹെലിപ്പാഡും കൊണ്ടാണ് നടക്കുന്നത് എല്ലായിടത്തും. അല്ല, ചൊക്കഹള്ളിയിൽ അവന് സ്വന്തമായിട്ട് ഹെലിപ്പാഡുണ്ട്. വലിയ ബിസിനസ് മാൻ അല്ലേ മാമി? സത്യം പറ, ചേട്ടൻ എന്തോ ജോലി? ബിസിനസ്. അയ്യോ, എന്റെ ചേട്ടന് ഇരിക്കാനോ നിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് വല്ല അസുഖമാണോ? അതല്ല, അത്രമാത്രം തിരക്കുള്ള ബിസിനസ് മാഗ്നറ്റ് ആണ്. അതെ അതെ അതെ. നാട്ടിലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എല്ലാരും പറയുന്ന ബിസിനസ്. ഇതങ്ങനെ തെണ്ടിത്തിരിഞ്ഞുള്ള ബിസിനസ് അല്ല, നല്ല അന്തസ്സുള്ള ബിസിനസ്. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് അവനിപ്പോ ഏതായാലും വരത്തില്ലല്ലോ. നമുക്ക് ആഹാരം കഴിക്കാം. വേണ്ട, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ എത്രയെന്ന് പറഞ്ഞാ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ. അപ്പൊ ഈ ഭക്ഷണം വേണ്ടേ? വേണ്ടായോ? എടി, ഓർഡർ ചെയ്ത ഭക്ഷണേ കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനാ നിനക്ക് വീണ്ടും വിശക്കും. അപ്പൊ അത് ഇത് ആരെന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. അത് കുഴപ്പമില്ല, ഞാൻ വീണ്ടും ഓർഡർ ചെയ്തോളാം. എന്റെ മണി ബാങ്ക് അവിടെ ഇരിക്കുന്നു. കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. അല്ല പിന്നെ അല്ല സ്ത്രീക്കൂ നിന്നേ. ഇവ ഒരു പെങ്കോന്തനായി പോയല്ലേ, നല്ല കളരി പുലിക്കളും. അപ്പവും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയായിരുന്ന? ഞാനിങ്ങനല്ലേ? എന്ത്? അല്ല, ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു. അല്ലായിരുന്ന?